ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം. ആദ്യം തന്നെ പ്രേംകുമാർ ചേട്ടനോടാണ് എന്റെ ചോദ്യം. അതായത് നമ്മുടെ 90s കിഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രേംകുമാർ എന്ന് പറഞ്ഞ നടന്. ആ സമയത്ത് മലയാള സിനിമയിൽ തൻ്റെതായിട്ടുള്ള ഒരു ശൈലി ഇങ്ങനെ കൊണ്ടുവന്ന് ക്യാരക്ടർ റോൾസും നായകവേഷവും ഒക്കെ കൈകാര്യം ചെയ്തൊരു നടനാണ്. അപ്പം ഈ കോമ്പറ്റീഷൻ ലെവൽ അന്നും ആ ഒരു സംഭവം ഉണ്ടായിരുന്നിരിക്കുമല്ലോ, എങ്ങനെയാണ് പിടിച്ചു നിന്നത് ചേട്ടാ? ഞാൻ ശരിക്കും ഒരു എന്താ പറയാ സിനിമാ നടനാകണമെന്ന് ആഗ്രഹിച്ചിട്ട് സിനിമയിൽ വന്ന ഒരാളല്ല. അല്ല, ഓ അത് ശരി. അല്ല, ശരി. കാര്യം വെച്ചാൽ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ പോയി പഠിച്ചു. അപ്പോഴേക്കും ഒരു ജോലി കിട്ടുക, പ്രത്യേകിച്ചും ദൂരദർശനിലോ ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ ഒരു ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ട് അവിടെ പോയി പിന്നെ ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് BTA ബിരുദമൊക്കെ എടുത്ത് വന്നു. അപ്പോഴത്തേക്ക് എൻ്റെ കുറേ സീനിയേഴ്സായിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിരുന്ന ആൾക്കാർ ദൂരദർശനിലെ പ്രൊഡ്യൂസേഴ്സായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ചില ടെലിഫിലിംസിലൊക്കെ എന്നെ അവർ അഭിനയിക്കാൻ. അപ്പോൾ ഞാൻ ദൂരദർശനിലെ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ പിന്നെ അവിടെ സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കുമ്പോൾ എൻ്റെ ചില നാടകത്തിലെ അഭിനയമൊക്കെ അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും എന്നെ അവരുടെ ചില ടെലിഫിലിംസിലൊക്കെ അവർ ഉൾപ്പെടുത്തി. അന്ന് ഞാൻ ദൂരദർശനിലെ പാനൽ ആർട്ടിസ്റ്റും കൂടിയാണ് ഡ്രാമയിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉൾപ്പെടുത്തി. അതിൽ 2-3 ടെലിഫിലിംസ് ആദ്യം കുറേ വന്നു. അതിനകത്ത് ഒരെണ്ണമാണ് ഈ ലംബോ എന്ന് പറയുന്ന ഒരു ടെലിഫിലിം. ഞാൻ പറഞ്ഞു, കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിലാണ് ശരിക്കും എനിക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി, ബെസ്റ്റ് ആക്ട് അവാർഡ് കിട്ടുന്നു. അങ്ങനെ ചില സിനിമാക്കാരൊക്കെ ശ്രദ്ധിച്ചു. അങ്ങനെ സിനിമയിലേക്കൊക്കെ ചില അവസരങ്ങൾ അപ്പൊ ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വലിയൊരു പോപ്പുലർ ഒരു പ്രോഗ്രാമായിട്ട് മാറി. അതെ, അപ്പൊ അങ്ങനെ അത് സിനിമാക്കാരൊക്കെ ശ്രദ്ധിച്ചു. അങ്ങനെ അവസരങ്ങൾ കുറെ എനിക്ക് ഇങ്ങോട്ട് ലഭിച്ചു. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു പിന്നെ ജോലി എന്നൊക്കെ ഉള്ള സ്വപ്നം മാറിയിട്ട് പിന്നീട് സിനിമാ നടനായിട്ട് ഞാനങ്ങ് മാറുകയായിരുന്നു. അപ്പൊ സിനിമയിലേക്ക് വന്നതിന് ശേഷം പിന്നെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാനൊന്നും ഒരു തീരുമാനമെടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡെഡിക്കേഷനോട് കൂടി ഒരു ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ എന്നുള്ള സ്വഭാവം എനിക്ക്. സിനിമ കുറെ അവസരങ്ങൾ വന്നു, അത് ചെയ്തു. കുറെയൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടമായി, കുറെ പടങ്ങൾ നല്ല സക്സസ് ആയി. അതെ, അങ്ങനെ കുറെ സിനിമകൾ. അപ്പൊ ആദ്യം കുറെ സിനിമകൾ, ഇപ്പൊ ചപ്പടി വിദ്യ, സൈന്യം, മലപ്പുറം ഹാജി മഹാരാജ്, ജുജാനത്തിന് പട്ടാളക്കാരൻ, ഇങ്ങനെ കുറെ സിനിമകൾ വന്നു. ആ കൂട്ടത്തിലാണ് അനിയമ്പാവ ചേട്ടമ്പാവ എന്ന് പറയുന്ന ഒരു സിനിമ, സേനട്ടന്റെ ഒരു പടം, റാഫി മെക്കാർട്ടിൻ സ്ക്രിപ്റ്റ് എഴുതിയ. അപ്പൊ അതിനകത്താണ് ശരിക്കും ആ അമ്മാവ മിമിക്രിക്കാരെ ഏറ്റവും കൂടുതൽ എടുത്ത്. അത് ഇപ്പോഴും ആ ഒരു പ്രേംകുമാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് വരാതെ പോവില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ കിഡ്സിന്, പക്ഷെ ഇപ്പോഴത്തെ കിഡ്സും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അവരും അവരുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഇരിക്കുമ്പോഴേക്കും അമ്മാവാ ഇരിക്കുന്നുണ്ട്. അതോടുകൂടി ശരിക്കും സിനിമയിൽ വളരെ സജീവമാകാൻ പറ്റും. അത് 95-ലൊക്കെയാണ്. 95. അതെ, അത് കഴിഞ്ഞ് ഈ വർക്ക്സ് ഇങ്ങനെ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നപ്പോ മനസ്സ് പോയോ? സിനിമ അങ്ങനെ വന്നപ്പോ പിന്നെ ജോലി എന്നുള്ള സംഭവം തീർച്ചയായും അങ്ങനെ ആയിരിക്കുമല്ലോ. അതിനെ കുറിച്ചൊന്നും അങ്ങനെ ചിന്തിച്ചില്ല. നമ്മള് ഈ സിനിമയിലുള്ള ആൾക്കാർ തന്നെ പറയുന്ന ഒരു ചൊല്ല് പോലെയാണ്, പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചാ പിന്നെ ഇവിടുന്ന് പിന്നെ വേറെ ഒന്നും ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ. അത് സത്യമുള്ള കാര്യമാണ്. സൂപ്പർ. അങ്ങനെ നമ്മുടെ എല്ലാവരും ഇഷ്ട നടനായി ഇങ്ങനെ വിലസുകയാണ് ഇപ്പോഴും. ചില സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പരവന്തന്റെ അതിഥികൾ എന്ന് പറഞ്ഞൊരു സിനിമ കുറച്ച് മുമ്പ് വന്നത്, പട്ടാഭിരാമൻ, അതുപോലെ പിന്നെ പഞ്ചവർണ്ണ തത്ത, ഇങ്ങനെ കുറെ സിനിമകൾ വന്നു. അപ്പോഴത്തേക്കാണ് കോവിഡ് വന്നത്.